ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ ഇന്നിവിടെ കാണിക്കുന്നത് ചിക്കൻ പെരട്ടിൻ്റെ റെസിപ്പിയാണ്. അതിനായിട്ട് ഞാനിവിടെ 1 കിലോ ചിക്കൻ എടുത്ത് കഴുകി വൃത്തിയാക്കി മഞ്ഞൾപ്പൊടി ഉപ്പുമൊക്കെ ഇട്ട് 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യമായ 5 വലിയ സവാള അരിഞ്ഞു വെച്ചിട്ടുണ്ട്. വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ഇത്രയും അതിലേക്ക് ആവശ്യമാണ്. ഇനി ഒരു ചട്ടി ചൂടാക്കി വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഓയിൽ ആഡ് ചെയ്യുക. ചിക്കൻ, നമ്മൾ ഈ പെരട്ടി വെച്ചേക്കുന്ന ചിക്കൻ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലവണ്ണം വഴറ്റി കൊടുക്കണം. അത് ആ ചിക്കനൊക്കെ ഒന്ന് എണ്ണയിൽ വരണ്ട് കിട്ടണം നമുക്ക്. അതുവരെ നമ്മൾ വഴറ്റി കൊടുക്കണം. ചിക്കൻ എണ്ണയും എല്ലാം കൂടെ വരണ്ട് വരുമ്പോൾ നമ്മളതിലേക്ക് പച്ചമുളക്, എടുത്തു വെച്ചേക്കുന്ന പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കണം. അതെല്ലാം കൂടെ ഇട്ട് നല്ലവണ്ണം വരട്ടിയെടുക്കണം. നമ്മൾ നേരത്തെ എടുത്തു വെച്ച ഇഞ്ചി, വെളുത്തുള്ളിയും അതെല്ലാം കൂടെ ചതച്ച് വെച്ചിട്ടുണ്ട്. അതിൽ നിന്ന് അരഭാഗം ഇതിലോട്ട് ആഡ് ചെയ്യണം. ഇതെല്ലാം നമുക്ക് വരണ്ട് വരുമ്പോൾ വേറൊരു പാത്രത്തിലേക്ക് കോരി മാറ്റാം. പാത്രം നമ്മൾ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിൽ എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള അതിലോട്ട് ഇട്ട് കൊടുക്കുക. ഇനി നമ്മൾ ഈ ഇട്ട് കൊടുക്കുന്ന സവാള നല്ലവണ്ണം വഴണ്ട് വരുന്നത് വരെ വഴറ്റി കൊടുക്കുക. ഇനി ഏകദേശം ഇത് വഴണ്ട് വന്നതിന് ശേഷം നമുക്ക് ഇഞ്ചി, വെളുത്തുള്ളി, എടുത്ത് വെച്ചിരിക്കുന്ന ബാക്കി നമ്മൾ വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റും കൂടെ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി വഴണ്ട് നല്ല കളർ ചേഞ്ച് ആകുമ്പോഴത്തേക്ക് നമുക്കതിലേക്ക് 3 ടീസ്പൂൺ മുളക് പൊടിയും 3.5 ടീസ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കുക. ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഗരം മസാലയും കൂടെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടെ നല്ലവണ്ണം മിക്സ് ചെയ്ത് അത് കൂട്ടൊക്കെ അതിലേക്ക് പിടിക്കുന്നത് വരെ നല്ലവണ്ണം വഴറ്റി കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കണം. എന്നിട്ട് ഇതെല്ലാം കൂടെ നല്ലവണ്ണം ഈ ചിക്കനിലേക്ക് കൂട്ട് പിടിക്കുന്നത് വരെ നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കണം. കൂട്ടാൻ നല്ലവണ്ണം പെരണ്ട് വന്നതിന് ശേഷം നമുക്കതിലേക്ക് കടുക് താളിക്കണം. അതിനുവേണ്ടി നമ്മളൊരു ചട്ടി അടുപ്പിൽ വെച്ചിട്ട് അതിലേക്ക് ശകല എണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അടുത്തത് കടുക് ഇട്ട് കൊടുക്കണം, വറ്റൽമുളക് ഇട്ട് കൊടുക്കണം, കരിവേപ്പില ഇട്ട് കൊടുക്കണം. ഇനി ഈ കടുക് താളിച്ചത് നമുക്ക് ചിക്കനിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കണം. ഇനി ഇതെല്ലാം കൂടെ നല്ലവണ്ണം മിക്സ് ചെയ്തെടുത്ത് ചെറിയ തീയിലിട്ട് കൊടുത്തിട്ട് നമ്മളിതെല്ലാം ഒരു 10 മിനിറ്റോളം
നല്ലവണ്ണം വഴറ്റിയെടുക്കുക. നമ്മുടെ അടിപൊളി ചിക്കൻ പെരട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്.